ഭൂട്ടാൻ വാഹനക്കടത്ത് കേസിൽ നടന്ന അമിത് ചക്കാലക്കലിന്റെ ഒരു വാഹനം കസ്റ്റംസ് വിട്ടു നൽകി. ലാൻഡ് ക്രൂയിസർ വാഹനമാണ് കൊടുത്തിരിക്കുന്നത്. അമിത്തിന്റെ അപേക്ഷ പരിഗണിച്ചുകൊണ്ടാണ് കസ്റ്റംസ് അഡീഷണൽ കമ്മീഷണറുടെ ഈ നടപടി. രാഗിനുണ്ട്. രാഗിൻ വിവരങ്ങൾ. നേരത്തെ ഈ ഭൂട്ടാൻ വാഹനക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് നിരവധി വാഹനങ്ങൾ കസ്റ്റംസ് സീസ് ചെയ്തിരുന്നു. അതിനുശേഷം ഈ ഇത്തരത്തിൽ പ്രൊവിഷണൽ റിലീസിന് അവസരമുണ്ട് എന്ന കാര്യവും കസ്റ്റംസ് നേരത്തെ ദുൽഖർ സൽമാന്റെ പെറ്റീഷൻ പരിഗണിക്കവേ വ്യക്തമാക്കിയിരുന്നു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അങ്ങനെ ദുൽഖറിന് അന്ന് ഡിഫൻഡർ വാഹനം വിട്ടു നൽകിയിരുന്നു. അമിത് ചക്കാലക്കൽ ഇതേ രീതിയിൽ അപേക്ഷ കൊടുത്തു. അങ്ങനെ അമിത് ചക്കാലക്കലിന്റെ ലാൻഡ് ക്രൂയിസർ വാഹനമാണ് ഇപ്പോൾ പ്രൊവിഷണൽ റിലീസ് ചെയ്തിരിക്കുന്നത്, താൽക്കാലികമായി വിട്ടു നൽകിയിരിക്കുന്നത്. അത് ബോണ്ടിന്റെയും അതോടൊപ്പം തന്നെ 20% ബാങ്ക് ഗ്യാരണ്ടിയുടെയും അടിസ്ഥാനത്തിലാണ് നടപടി. വാഹനം മറ്റു പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല, ഏത് സമയവും വേണമെങ്കിലും ഹാജരാക്കാൻ ആവശ്യപ്പെട്ടാൽ ഹാജരാക്കണം തുടങ്ങിയ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയാണ് അഡീഷണൽ കമ്മീഷണറുടെ നടപടി. എന്തായാലും ഇത്തരത്തിൽ ഇപ്പോഴും വാഹനം സീസ് ചെയ്യുന്ന നടപടികൾ മുന്നോട്ട് നീക്കുകയാണ് കസ്റ്റംസ് സംഘം. അതോടൊപ്പം തന്നെ ഇവർ ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ വാഹനം പ്രൊവിഷണലായിട്ട് റിലീസ് ചെയ്യും. അതോടൊപ്പം കേസിന്റെ ആവശ്യങ്ങൾക്ക് എപ്പോൾ ആവശ്യപ്പെട്ടാലും തരണം എന്ന നിബന്ധന പ്രകാരമാണ് അക്കാര്യങ്ങൾ ചെയ്യുന്നത്. എന്തായാലും അന്വേഷണം ഈ കേസുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു വാഹനമാണ് ഇപ്പോൾ അമിത് ചക്കാലക്കലിന് വിട്ടു നൽകിയിരിക്കുന്നത്. മറ്റ് ഗ്യാരേജിൽ നിന്ന് പിടിച്ചെടുത്ത വാഹനങ്ങളുടെ പരിശോധനകളും മറ്റു കാര്യങ്ങളും പുരോഗമിക്കുകയാണ് എന്നാണ് കസ്റ്റംസ് സംഘം വ്യക്തമാക്കിയത്. ശരി, രാഗിനാണ് കൊച്ചിയിൽ നിന്ന് ഈ വിവരങ്ങൾ നൽകിയത്. ഒരു വാഹനം ചക്കാലക്കലിന് വിട്ടു നൽകിയിരിക്കുകയാണ്.